എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ധാരാളം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ഇഷ്ടംപോലെ അനൗൺസ്മെൻറ്റ്സും നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ഈ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സുകളും എല്ലാം, അതേപോലെ ഞാനുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻറ്ററാക്ഷനും നിങ്ങൾക്ക് പോസിബിളാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. അതിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ വളരെ ഡീപ്പായിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് നടന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയുക? നമുക്കറിയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് വീഡിയോയിൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും എല്ലാ സ്പിരിച്വൽ ട്രഡീഷൻസിലും സയൻറ്റിഫിക് ആയിട്ടും എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ ആ ഒരു ബ്രെയിനിനെയും നമ്മളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറിനെയൊക്കെ കൂട്ടുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വീണ്ടും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് ഇരുന്ന് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് കിടന്ന് ചെയ്യാം, എങ്ങനെ നടന്ന് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇരിക്കുന്നതോ നടക്കുന്നതുമാണ്, അല്ലേ? അപ്പം നടക്കും, ഓരോ കാര്യങ്ങൾക്കായിട്ട് നടക്കും, വീടിന് ഇറങ്ങുമ്പോൾ നടക്കും, പല കാര്യങ്ങളും നടക്കും. എങ്ങനെ നടത്തം ഒരു സ്പിരിച്വൽ സാധനയാക്കി മാറ്റാം എന്നുള്ളതാണ് ഇതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പല ആൾക്കാരും ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക, സിമെൻറ്റിലൂടെ നടന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൺക്രീറ്റിലൂടെ നടന്നിട്ട് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കൂടുതൽ എഫക്റ്റ് വരണമെങ്കിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുക. ആദ്യം തന്നെ ചെരുപ്പില്ലാതെ മണ്ണിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. എന്തുകൊണ്ടാണത്? നമ്മളുടെ ആ ഒരു മൈൻഡ് കൂടുതൽ കാമാക്കാനായിട്ട് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് ബാലൻസ് ആവേണ്ട ചക്രം എന്ന് പറയുന്നത് മൂലാധാര ചക്രമാണ്. റൂട്ട് ചക്ര അഥവാ നല്ല ഒറിജിനൽ പേരാണ് മൂലാധാര ചക്രം. അപ്പോൾ മൂലാധാര ചക്രം ബാലൻസ് അതിന് പൃഥ്വി തത്വമാണ്. പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമി തത്വമാണ്. ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധ്യാനാത്മകമായിട്ടുള്ള അതിനെ ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയും. പിന്നെയുള്ളത് പുറമേ നമുക്ക് എക്സ്റ്റേണലി എന്തൊക്കെ ചെയ്യാം അത് പ്യൂരിഫൈ ബാലൻസ് ആക്കാൻ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂമിയായിട്ട് അടുത്ത് ഇടപഴകുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയായിട്ട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ലേ? പ്രവാസികളൊക്കെ വന്ന് കൃഷി ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഇൻ്റർവ്യൂസൊക്കെ കാണാറില്ലേ? വളരെ ഉന്മേഷവാനാണ് ഞാനിപ്പോൾ, എനിക്ക് വളരെ സ്വസ്ഥത തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാറില്ലേ? ഭൂമിയായിട്ട് നമ്മൾ അടുക്കും തോറും നമ്മൾ കൂടുതൽ നമ്മുടെ റൂട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ഗ്രൗണ്ടഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രൗണ്ടിങ് നമുക്ക് സാധനയിൽ ആവശ്യമാണ്. സ്പിരിച്വൽ സാധന ചെയ്യുന്ന എല്ലാവർക്കും ഗ്രൗണ്ടിങ് വളരെ പ്രധാനമാണ്. ആ ഒരു കൺഫ്യൂഷൻ, ആ ക്ലാരിറ്റി വരിക എന്നുള്ളത്, അതിന് ഏറ്റവും നല്ലൊരു ക്രിയയാണ് മണ്ണിലൂടെ ചെരുപ്പില്ലാതെ നടക്കുക എന്നുള്ളത്. മണ്ണിലൂടെ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കോൺക്രീറ്റിനകത്ത് മണ്ണ് വാരിയിട്ടിട്ട് അതിൻ്റെ പുറത്തോടെ നടക്കുന്ന കാര്യമല്ല. മണ്ണ്, യഥാർത്ഥമായിട്ടുള്ള മണ്ണ്, ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഇല്ലാത്ത മുറ്റം എന്ന് പറയത്തില്ലേ, അത് നിങ്ങൾക്ക് വീട്ടിൽ അഥവാ ഇൻ്റർലോക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അമ്പലങ്ങളിൽ പോവാം, പള്ളിമുറ്റത്തൊക്കെ പോവാം, ഇല്ലേ, എവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയുന്നത് അവിടെ നിങ്ങൾ പോവാം. മുറ്റത്ത് ചെരുപ്പിട്ടിട്ട് നടന്നിട്ട് കാര്യമില്ല. ചെരുപ്പൂരി മുറ്റത്തൂടെ മണ്ണിൽ സ്പർശിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ ഭൂമി തത്വം, ആ ഭൂമിയുടെ എനർജി നമ്മളിലേക്ക് ബാലൻസായി വരും. ഭൂമിയുടെ എനർജി നമ്മളിലേക്ക് ആവാഹിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നടക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഓരോ കുറച്ചൊന്ന് ഉന്മേഷമാക്കാനായിട്ട് എനർജി കോഡ് കിട്ടിയിട്ടുള്ളവർക്ക് എനർജി കോഡ് ചാൻറ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് സാധാരണ പണ്ട് ഞാനൊരു വളരെ പണ്ട് ഞാൻ എൻ്റെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു സാധന ചെയ്തപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് അനുദിനം ഒരു സ്വരം, ഇനിയും ഇനിയും സന്തോഷം. അനുദിനം ഒരു സ്വരം, ഇനിയും ഇനിയും ആനന്ദം. ഇതിങ്ങനെ എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ വരന് വെച്ചിട്ടാണ്. അനുദിനം ഒരു സ്വരം, ഇനിയും ഇനിയും സന്തോഷം. അനുദിനം ഒരു സ്വരം, ഇനിയും ഇനിയും ആനന്ദം. ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് ഒരുമിച്ച് പറയും. അപ്പോൾ നമുക്ക് എന്താണ്, ഈ കൈ രണ്ടും ഇങ്ങനെ ചെയ്യുകയാണ്, നമ്മൾ പറയുകയാണ്, നമ്മൾ കേൾക്കുവാണ്, മൈൻഡ് എവിടോട്ടും പോവില്ല.
മനസ്സിലായി? അതുകൊണ്ടാണ് ഈ കൈ ഇങ്ങനെയുള്ള കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരേ സമയം ഒരു പ്രവൃത്തിയും ചാൻറ്റിങ്ങും ലിസണിങ്ങും കൂടെ ചെയ്യുമ്പോൾ, അതായത് കർമ്മം, ശ്രവണം, കീർത്തനം, 3 എണ്ണമാണ് അല്ലേ? 3 കാര്യങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുമ്പോൾ മൈൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കും. ഇത് കുറച്ച് നേരം ചെയ്യാദ്യം. അനുദിനം ഒരു സ്വരം, ഇനിയും ഇനിയും സന്തോഷം. അനുദിനം ഒരു സ്വരം, ഇനിയും ഇനിയും ആനന്ദം. ഇത് കുറച്ച് നേരം ചെയ്യാം. ഫീലോട് കൂടി ചെയ്യണത് മന്ത്രമൊന്നുമല്ല ചാറ്റ് ചെയ്ത എഫക്റ്റ് വരാനായിട്ട്. ആ ഫീല് കൊണ്ടുവരണം. അനുദിനം ഒരു സ്വരം, ഇനിയും ഇനിയും ആനന്ദം. അനുദിനം ഒരു സ്വരം, ഇനിയും ഇനിയും സന്തോഷം. ഇത് ചെയ്ത് ഓറ എന്ന് വെച്ചാൽ എനർജി ലെവൽ ഒന്ന് കൂട്ടുക. രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനൊന്നും ആർക്കും തോന്നുന്നില്ല. അതെല്ലാ ദിവസവും ചെയ്യുന്നവരോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ജേണിയിലുള്ളവർക്കും തോന്നാം. അല്ല എല്ലാവർക്കും രാവിലെ എണീറ്റ് വന്നിട്ട് ഉടനെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള മൂടൊന്നും വരില്ല. അത് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈഫിലുള്ള ഓരോ കാര്യത്തിനോടും, ഈ കൈയുടെ വിരലൊക്കെ അങ്ങോട്ടാം, ഓരോ കാര്യത്തിനോടും നടക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വിചാരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള എല്ലാ നന്മകൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. എൻ്റെ മാതാപിതാക്കളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട്, ഭാര്യയോട്, കുടുംബാംഗങ്ങളോട്, നല്ല സാഹചര്യങ്ങളോട്, നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾ വെറുക്കുന്നവനോട് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ക്ഷമ എവിടെ ഉണ്ടോ അവിടെ ഗ്രേസ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് നല്ലൊരു തൊഴിലുണ്ടായതിന് നന്ദി, നമുക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടായതിന് നന്ദി, നമുക്ക് ചിന്തിക്കാൻ ആരോഗ്യപരമായിട്ടുള്ളൊരു മൈൻഡ് ഉള്ളതിന് നന്ദി. എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആണോ നിങ്ങൾ അത് പറയുക കണ്ടിന്യൂസ് ആയിട്ട്. ഇതിങ്ങനെ കുറച്ച് നടക്കുമ്പോൾ കുറച്ച് നേച്ചർ വാക്കാണത്. അപ്പോൾ പ്രകൃതിയിലൂടെ നടക്കുക. കാരണം അതിരാവിലെ എണീറ്റ് പ്രകൃതിയിലൂടെ വെറുതെ നടന്നാൽ തന്നെ ഒരു നേച്ചർ ഡിവൈൻ വാക്ക്. ആ പ്രകൃതിയിലൂടെ ആ രാവിലെ എണീറ്റ് നടക്കുമ്പോഴൊരു ഫീല് നടന്നിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. എസ്പെഷ്യലി നല്ല മരങ്ങളും നല്ല പച്ചപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ, അതായത് അതിനൊരു പ്രത്യേക സ്ഥലം കണ്ടുപിടിച്ച് പോകണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പ് മാത്രമല്ല, പ്രകൃതിയിലെല്ലാം ഉൾപ്പെടും. മനുഷ്യരും പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഉള്ള പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാ ദിവസവും രാവിലെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വൈകിട്ട് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഹാപ്പിനെസ് ഹോർമോൺ റിലീസ് ഉണ്ടാവും. ഹാപ്പിനെസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, ഇതെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം റിലീസാവും. അപ്പോൾ തന്നെ എന്താണ്, നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഫീൽ ഗുഡ് സെൻസേഷൻ ഉണ്ടാവും. ഈ ഫീൽ ഗുഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോടൊക്കെ നേരിടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇനിയും കൂടും. നമുക്കുള്ളതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് കൂടും. നമുക്കുള്ള നന്മകളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഉള്ള നന്മകൾ കൂടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് എന്നെ വിളിച്ചറിയിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മറ്റ് റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയുക, കുളി കഴിഞ്ഞിട്ട് പോകണമെന്നോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും പരമാവധി ഒരു ലൈറ്റ് ഡ്രസ്സുകൾ ഇടുക. വൈറ്റ്, യെല്ലോ, അങ്ങനെയുള്ള ലൈറ്റ് കോംപ്ലക്സ് കളേഴ്സ്, ബ്ലാക്കോ അങ്ങനെയുള്ള കളേഴ്സൊന്നും ഇടാതെ കുറച്ച് ലൈറ്റ് കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മൈൻഡിന് കുറച്ചുകൂടെ ഒരു ഈസി ആയിരിക്കും ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊന്നും പ്രശ്നമില്ല. ഇതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു ഒപ്പീനിയൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ വിശ്വസിച്ചതിലൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെ ഹാർട്ടിനനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്. ഞാൻ ചെയ്യാറുണ്ട്, നിങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.